ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. വിശുദ്ധ വചനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ ജനത്തോട്, തന്നെ പിൻപറ്റിയവരോട് പറഞ്ഞിരിക്കുന്ന ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനത എത്രയെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും അധികം അവസരമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 കർത്തൃത്വങ്ങൾ. ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു, ജഡത്തിൻ്റെ ഇഷ്ടത്താൽ അല്ല, ആത്മാവിൻ്റെ ഇഷ്ടത്താൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ജനിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ. ആ പൈതലിൻ്റെ ജീവിതത്തിൽ 2 കർത്തൃത്വങ്ങൾ തൻ്റെ നിത്യജീവിതത്തിൽ താൻ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരനുഭവം. 2 കർത്തൃത്വങ്ങളുടെ നടുവിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന, ഒരു കർത്തൃത്വത്തെ അംഗീകരിക്കുകയും മറ്റേ കർത്തൃത്വത്തെ വേണ്ടാന്ന് വെക്കുകയും ചെയ്യേണ്ടി വരുന്ന ജീവിത സാഹചര്യത്തിലാണ് ഒരു ദൈവ പൈതൽ ജീവിതയാത്ര മുന്നോട്ട് നടത്തുന്നത് എന്ന യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തു ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു മാത്രമാണ് ധനത്തിന് മാമോൻ എന്ന പേരിട്ടുകൊണ്ട് ആ രീതിയിൽ ആ പേര് വെച്ച് ധനത്തെ കൈകാര്യം ചെയ്യുകയും ധനത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് നസറായനായ യേശു ക്രിസ്തു മാത്രമാണ്. സകല ധനത്തിൻ്റെയും അധികാരിയായ, സർവ്വസമ്പത്തിൻ്റെയും അധികാരിയായവൻ ഈ ലോകത്തിൻ്റെ കൈമാറ്റ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്ന ധനത്തെ മാമോൻ എന്ന് വിശേഷിപ്പിച്ച് അതിനെ ഒരു കർത്തൃത്വമായി ഒരു ദൈവപൈതൽ ഏറ്റെടുക്കേണ്ടി വരികയോ തള്ളിക്കളയുകയോ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും എന്ന യാഥാർത്ഥ്യം തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ ജനത്തോട്, തൻ്റെ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി താൻ രേഖപ്പെടുത്തുന്ന ഒരനുഭവമാണിത്. മത്തായി 6-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാട്, ഈ ലോക ജീവിതത്തെ ഒരു ദൈവപൈതൽ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് ആ വ്യക്തി വെളിച്ചം പ്രാപിക്കണോ അന്ധകാരത്തിൻ്റെ അധീനതയിലേക്ക് പോകണമോ എന്ന് വ്യക്തിപരമായി താൻ തീരുമാനിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഒരു വ്യക്തിക്ക് സ്വീകരിച്ച് ദൈവപൈതലായി ദൈവരാജ്യത്ത് യാത്ര ചെയ്യാനുള്ള അധികാരം തന്നിട്ടുണ്ട്. എന്നാൽ ഈ കർത്തൃത്വത്തിന് കീഴടങ്ങി ഇരിക്കുമ്പോൾ തന്നെ താൻ ഏറ്റെടുത്ത ശിഷ്യത്വത്തിന് വിരുദ്ധമായ അനേക സാഹചര്യങ്ങൾ തൻ്റെ വ്യക്തിജീവിതത്തിന് നേരെ ആഞ്ഞടിക്കും. അതിനെ ജയിപ്പാൻ ദൈവപൈതൽ തയ്യാറാകണം എന്നുള്ളതാണ് കർത്താവ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിൻ്റെ 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എന്താണോ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ ഞാൻ കരുതി വെക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ താൻ ഭാവിയിലേക്ക് വരും നാളുകളിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നത്, അതിനാ നിക്ഷേപം എന്ന് പറയുന്നത്. താൻ സൂക്ഷിക്കുന്നത്, താൻ കരുതുന്നത്. ഈ ലോക ജീവിതത്തിൽ വ്യക്തിപരമായി ഓരോ ദിവസവും താൻ ദിനംതോറും കടന്നു പോകുന്ന ജീവിതയാത്രയിൽ തൻ്റെ ലക്ഷ്യവും തൻ്റെ പ്രതീക്ഷയും നിത്യത എന്നുള്ള പരമമായ സത്യത്തിലല്ല നിലനിൽക്കുന്നതെങ്കിൽ താൻ ഈ ലോകത്ത് നിക്ഷേപം സ്വരൂപിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടും. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലാണ് നിക്ഷേപം സ്വരൂപിക്കുന്നതെങ്കിൽ ഹൃദയം സ്വർഗത്തിലിരിക്കും. എവിടെയാണോ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അതിൽ ഹൃദയം ഇരിക്കും എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ഏലിശ പ്രവാചകൻ തൻ്റെ ശിഷ്യനായ ഗേഹസിയോട് പറയുന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടി പോന്നിരുന്നില്ലയോ?
ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകയാൽ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി ഏലിശയെ വിട്ട് പുറപ്പെട്ടുപോയി. ഏലിയാവിൽ നിന്ന് ഇരട്ടി ആത്മശക്തി പ്രാപിച്ച് മുന്നോട്ട് യാത്ര ചെയ്ത ഏലിശയുടെ ശിഷ്യൻ, ഏലിശയുടെ മുമ്പിലെത്തിയ നയമാൻ വെച്ചു നീട്ടിയ ഉപഹാരങ്ങൾ മുഴുവൻ വേണ്ടാന്ന് വെച്ച ശേഷം ദൈവിക പദ്ധതിയിൽ തന്നെ ഏൽപ്പിച്ച് ഏലിശ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഏലിശയുടെ ശിഷ്യനായിരുന്ന ഗേഹസി ആ യജമാനും നേതാവും പ്രവാചകനുമായ ഏലിശയുടെ പാദങ്ങളിൽ നിലനിന്ന് താൻ പഠിപ്പിച്ചു നിലനിന്നു പോകാൻ തയ്യാറാകാതെ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതിൻ്റെ പുറകെ യാത്ര ചെയ്യുകയും നയമാൻ്റെ പുറകെ പോയി അദ്ദേഹത്തിൽ നിന്ന് ഉപചാരങ്ങളും സമ്മാനവും സ്വീകരിച്ച് മടങ്ങി വന്ന ശേഷം ഏലിശ ഗേഹസിയോട് പറയുന്ന വാക്കായത്, ആ മനുഷ്യൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടി പോന്നിരുന്നില്ലയോ? രാജകീയ പുരോഹിതവർഗമായി വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ ഹൃദയം നമ്മോടൊപ്പമുണ്ട്. നാം എന്തു തീരുമാനമെടുക്കുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ഭാവി നാം തീരുമാനിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് കടന്നു വരണം എന്ന് തീരുമാനിക്കുന്നത് ദൈവത്തിൽ നിന്ന് നിത്യതയ്ക്ക് വിരുദ്ധമായി കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളിലും വ്യക്തിപരമായി താൻ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ആ കാഴ്ചപ്പാട്, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ, കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ നാം അന്ധകാരത്തിലല്ല പ്രകാശത്തിലിരിക്കും. കാഴ്ചപ്പാട് തെറ്റിപ്പോയാൽ അന്ധകാരത്തിലേക്ക് നാം അറിയാതെ യാത്ര ചെയ്യും. നമ്മുടെ ലക്ഷ്യം നിത്യതയാണെങ്കിൽ നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ലോക ജീവിതത്തെ കാണാൻ നാം തയ്യാറാകണം. സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ലോകത്തെ കാണാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ലോകത്തെ ജയിപ്പാനായിട്ടൊരു ദൈവവേദലിന് കഴിയത്തുള്ളൂ. ആ മനുഷ്യൻ നിന്നെ രഥത്തിൽ നിന്ന് ഇറങ്ങി എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടി ഉണ്ടായിരുന്നില്ലേ? ഗേഹസി ഏലിശയുടെ ശിഷ്യനായിരുന്നു. ഏലിശയുടെ യാത്ര ഗേഹസി അറിഞ്ഞതാ. പ്രവാചക ശിഷ്യന, താൻ വെറും സാധാരണക്കാരനല്ല. ഒരു വിളി തനിക്ക് ലഭിച്ചിട്ടുണ്ട്, തന്നിലൊരു ദർശനമുണ്ട്, തൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്യാൻ സാധ്യതയുള്ള ദൈവിക അധികാരം തന്നോടൊപ്പം വ്യാപരിക്കുന്നു. എങ്കിലും തൻ്റെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി. അവിടെ എഴുതിയിരിക്കുന്നത് ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ഇതൊന്നും ലിസ്റ്റിൽ എഴുതപ്പെട്ട പാപങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന വിഷയങ്ങളല്ല. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ ഒന്നിൽ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാവുന്ന ജീവിതത്തിലെ കാര്യങ്ങളാണ്. പക്ഷേ അതവനെ കൊണ്ടുപോയത് കുഷ്ഠത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. കുഷ്ഠം വിശുദ്ധ ബൈബിളിൽ പാപത്തിന് നിദാനമായിട്ടിരിക്കുകയാണ്. അവൻ വാങ്ങാൻ പോയത് ദ്രവ്യമാണ്. അതവൻ്റെ കൈമാറ്റ വ്യവസ്ഥയിൽ ലോകം വച്ചിരിക്കുന്ന വിനിമയ ഉപാധിയാണ്. വസ്ത്രം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുപക്ഷെ അവൻ ആഗ്രഹിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. ഒലിവുതോട്ടം, മറ്റുള്ളവരെ പോലെ, തോട്ടമുള്ളവരെ പോലെ ഒരു പ്രവാചക ശിഷ്യനും ഒരു ഒലിവുതോട്ടം ഒരു സാമ്പത്തിക സപ്പോർട്ടായി ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. മുന്തിരിത്തോട്ടം, അല്പസന്തോഷം, ആനന്ദം, അല്പം ഭൗമിക ജീവിതത്തിൻ്റെ നന്മകൾ,
ഒക്കെ ഒരു പ്രവാചക ശിഷ്യന് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ഗേഹസ് ചിന്തിച്ചേക്കാം. അതുമാത്രമല്ല, അബ്രഹാമിന് വലിയൊരു സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അബ്രഹാം. ദൈവത്തിൻ്റെ ഭൃത്യന്മാരൊക്കെ വലിയ സമ്പത്തിൻ്റെ ഉടമകളായിരുന്നു എന്നൊക്കെ വിശുദ്ധ ബൈബിളിൽ എഴുതി കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരല്പം ആടുമാടുകൾ ഗേഹസിക്കുണ്ടായാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ആത്മീക ലക്ഷ്യങ്ങൾ ഇല്ലാതാകുമോ? ദാസീദാസന്മാർ ആരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദാസീദാസന്മാർ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഗേഹസിക്ക് മാത്രം അതായിക്കൂടാ? പ്രവാചക ശുശ്രൂഷയുടെ പ്രത്യേകത ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. രാജാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത ദൈവത്തിനു വേണ്ടി ജനത്തെ ഭരിക്കുക എന്നുള്ളതാണ്. പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത ദൈവത്തിനു വേണ്ടി ജനത്തിൻ്റെ മധ്യേ നിൽക്കുകയും ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വഴിപാടും യാഗവും സമർപ്പിക്കുകയും സ്വയം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ 3 അഭിഷേകങ്ങളുടെയും അഭിഷേകത്തിൻ്റെ ലക്ഷ്യം. തന്നെ വിളിച്ച ലക്ഷ്യം, ആ ലക്ഷ്യം ദൈവം വ്യക്തമായി ഒരു വ്യക്തിയുടെ ഉള്ളിൽ വെളിപ്പെടുത്തി തന്നിരിക്കെ ലോകത്തിലേക്ക് നോക്കിയ വിളി ലഭിച്ച ആളായെങ്കിലും പത്രോസിനെ പോലെ തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. യേശുവേ, നീ ആകുന്നെങ്കിൽ കടലിന്മേൽ നടക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വരിക എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്ക് കേട്ട് കടലിൽ ഇറങ്ങി നടന്ന പത്രോസ് മുമ്പോട്ടുള്ള യാത്രയിൽ തൻ്റെ ചുറ്റുപാടുകളെ നോക്കിയപ്പോൾ താഴാൻ തുടങ്ങി. തൻ്റെ വിളിയും തൻ്റെ ലക്ഷ്യവും തന്നെ ഏൽപ്പിച്ചു ദൈവമാണ്. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ മുള്ളും പറക്കാരെയും നിന്റെ ചുറ്റുമുണ്ടാണെങ്കിലും നീ തേളുകളുടെ മീതെ ഇരിക്കേണ്ടി വന്നാലും നീ എന്നിൽ നിന്ന് വചനം കേട്ടു പ്രസംഗിക്കണം, നീ സംസാരിക്കണം. നീ മത്സരഗ്രഹം പോലെ ആകരുത്. നീ ഞാൻ തരുന്ന വചനം ഭക്ഷിച്ചിട്ട് ധൈര്യത്തോടെ പറയണം. യേശു പറഞ്ഞു, വെളിപ്പെടാതിരിക്കുന്നതൊന്നുമില്ല, മൂടി വെച്ച് കടിക്കാൻ ഒന്നും കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് ചെവിയിൽ പറഞ്ഞത് ഉച്ചത്തിൽ ഘോഷിക്കണം, നിങ്ങളോട് ഇരുട്ടത്ത് പറഞ്ഞത് വെളിച്ചത്തിൽ ഘോഷിക്കണം. ദൈവത്തിൽ നിന്നൊരു വ്യക്തി പ്രാപിക്കുന്നത് ദൈവത്തിനു വേണ്ടി ഭൂമിയുടെ മുഖത്ത് സംസാരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നിടത്ത് സംസാരിക്കാൻ വേണ്ടിയാണ്. ആ വിളി ലഭിച്ച ദൈവത്തിൻ്റെ പൈതൽ ആ വിളിക്കനുസരിച്ചുള്ള യാത്രയിൽ മുമ്പോട്ട് കടന്നു പോകണം. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം വഹിക്കണം, നീ യഹൂദ ജനത്തിൻ്റെ പാപം വഹിക്കണം. അത് വഹിക്കാൻ വേണ്ടി നീ ഒരു വശം ചരിഞ്ഞുകിടന്ന് ഈ പാപം വഹിക്കുന്നതിന് വേണ്ടി നീ തിരിയാതിരിക്കാൻ ഞാൻ നിന്നെ കയറുകൊണ്ട് കെട്ടും. ചെറിയൊരു വിളിയല്ല നമ്മുടെ വിളി. ആ വിളിയുടെ പിന്നിൽ ദൈവത്തിന് വലിയ ആത്മീക പദ്ധതിയുടെ ലക്ഷ്യമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നാം ശ്രദ്ധിക്കാൻ തയ്യാറാവണം. ഇവിടെ പറഞ്ഞത് 2 യജമാന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. റോമാലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. 2 ദാസിത്വം. ഒന്ന് യേശുക്രിസ്തു മുഖാന്തരമുള്ള ദൈവത്തിൻ്റെ ദാസ്യത്തിലേക്ക് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതൽ അതിൽ നിന്ന് മാറ്റപ്പെടാനുള്ള സകല സാധ്യതകളുമുള്ള ഒരു മണ്ഡലത്തിലാണ് നിൽക്കുന്ന. അതുകൊണ്ട് എന്തു ചെയ്യണം? അതുകൊണ്ട് ആ വ്യക്തി തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ വിഷയങ്ങളിലും ഏറ്റെടുക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സൂക്ഷിക്കണം.
ഒരുപക്ഷെ പാപമായിട്ടോ തെറ്റായിട്ടോ തോന്നാത്ത ഒരു വിഷയമാണെങ്കിൽ കൂടി വിളിയോട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യാൻ തയ്യാറാകണം. യിരെമ്യാവിൻ്റെ സഹായി ബാരൂക്ക് തൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് യഹോവ ദുഃഖത്തോട് ദുഃഖം കൂട്ടുകയാണ്. സാധാരണ ജീവിതമല്ല എൻ്റേത്, ദുഃഖത്തോട് ദുഃഖം കൂട്ടിക്കൊണ്ടിരിക്കുക. ബാരൂക്കിനോട് ദൈവം പറഞ്ഞു, ഞാൻ പണിതത് ഞാൻ പൊളിക്കുന്നു. ഭൂമിയിൽ മുഴുവൻ സംഭവിക്കുന്നത് അങ്ങനെയാണ്. സകല ജനത്തിനും ഞാൻ അനർത്ഥം വരുത്തും. നീ നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചിന്തിക്കരുത്. നിന്റെ ജീവനെ ഞാൻ കൊള്ള പോലെ നിനക്ക് തരും. ദൈവം ഒരു വ്യക്തിയെ ഈ ഭൂമിയിലാക്കുമ്പോൾ ദൈവിക ലക്ഷ്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഭൂമിയിലുണ്ട്. അത് പൂർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിച്ച വഴിയിൽ ആ വ്യക്തി യാത്ര ചെയ്യാൻ തയ്യാറാവണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഭിന്നത വരുത്താൻ വന്നതാണ്. ഭിന്നത വരുത്താൻ യേശുക്രിസ്തു വന്നു എന്ന് ഭൂമിയിൽ ആർക്കും വിശ്വസിക്കാൻ പോലും ആരെല്ലാം പ്രസംഗിച്ചാലും കഴിയത്തില്ല. ഇനി യേശുക്രിസ്തു പറഞ്ഞ വിഷയമാണെങ്കിലും ആ വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാറ് പോലുമില്ല. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഭിന്നത വരുത്താൻ വന്നു. ആരെ ഭിന്നിപ്പിക്കാനാ? അപ്പനോട് മകനെ, അമ്മയോട് മകളെ ഭിന്നിപ്പിക്കാൻ വന്നതാ. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാവും. അപ്പം ദൈവിക ലക്ഷ്യത്തോട് ബന്ധപ്പെട്ട്, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട്, വിളിയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില പ്രത്യേകമായ പ്രതിസന്ധികൾ, ചില പ്രത്യേകമായ ആശയ സംഘടനകൾ ഈ ആത്മീക മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോൾ മറ്റാരെയും നോക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയത്തില്ല. ദൈവത്തെങ്കിലേക്ക് മാത്രം നോക്കി തൻ്റെ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കണം. എന്തിനെന്നറിയാമോ? ഈ ലോകത്തെ ജീവിതത്തെ നാം കാണേണ്ടത് നിത്യതയുടെ വെളിച്ചത്തിലാണ്. ഈ ലോകത്തെ ജീവിതത്തെ നാം കണക്ക് കൂട്ടേണ്ടത്, അളക്കേണ്ടത് നിത്യതയുടെ വെളിച്ചത്തിലാണ്. അല്ലാത്ത എല്ലാ അളവും നമ്മളെ പാപത്തിൽ കൊണ്ടുപോകും. ഗേഹസിക്ക് പറ്റിയത്, ഗേഹസി അവിടെ കടന്നുപോയത്, അവന് ലഭിച്ചത് അല്പം വെള്ളിയും 2 വസ്ത്രവും. പക്ഷേ നയമാൻ്റെ കുഷ്ഠം, തൻ്റെ ജീവിതത്തിൽ പേറേണ്ട ബുദ്ധിമുട്ട്, സാഹചര്യം ഗേഹസിക്ക് കടന്നു വന്നു. തീരുമാനം തെറ്റിപ്പോയത് കൊണ്ട് എവിടെ? ഗേഹസിയിൽ നിന്ന് ഒന്നേ ദൈവം ആഗ്രഹിച്ചുള്ളൂ, പ്രവാചക ശിഷ്യനായി തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് യാത്ര ചെയ്യുക. അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ദരിദ്രനായി മാറിയേക്കാം, രണ്ടുടുപ്പില്ലാത്ത അവസ്ഥയുണ്ടായേക്കാം, പലതിലും ബുദ്ധിമുട്ടുണ്ടായേക്കാം, പലയിടത്തും പരാജയമുണ്ടായേക്കാം, പലതിൻ്റെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യം വന്നേക്കാം. യേശുവിനെ പോലെ ചില ചോദ്യങ്ങളുടെ മുമ്പിൽ മിണ്ടാതിരിക്കേണ്ട സാഹചര്യം വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ വിളിക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നവനാ യഥാർത്ഥ ദൈവഭൃത്യൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. തൻ്റെ വിളിയോട് ബന്ധപ്പെട്ട്, സമർപ്പണത്തോട് ബന്ധപ്പെട്ട് ദൈവം ഒരു വ്യക്തിയെ ദൈവകോപത്തിൽ നിന്ന് രക്ഷിച്ച് വിടുവിക്കുമ്പോൾ അവനെ കൊണ്ടുവരുന്നത് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിലേക്കാണ്. കർത്തൃത്വത്തിന് വിരുദ്ധമായ ഒരു ആത്മീയ യാത്രയില്ല, കർത്തൃത്വത്തിന് കീഴ്പ്പെടാത്ത ഒരു ആത്മീയ യാത്രയില്ല. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നാം വിശ്വാസ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കുകയും യേശുക്രിസ്തു കർത്താവെന്ന് നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഏദൻ തോട്ടത്തിൽ കർത്തൃത്വം ആദമിൻ്റെ നഷ്ടപ്പെട്ടപ്പോൾ
ആ കർത്തൃത്വ അംഗീകരണം പുതിയ നിയമസഭയിൽ ദൈവം വെച്ചതുകൊണ്ടാണ് ആദം മുഖാന്തരം അനേകർ പാപികളായപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം അനേകർ നീതിമാന്മാരായി തീർന്നത്. ആ കർത്തൃത്വ അംഗീകരണം നിത്യജീവിതത്തിൽ പാലിപ്പാൻ നാം തയ്യാറാകണം. അങ്ങനെ പാലിക്കുന്ന വ്യക്തി മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ പറയുന്നത് ഇടുക്കു വാതിൽ കൂടി അകത്തു കടക്കുകയാണ്, വിശാല വഴിയല്ല, ലോകത്തിലെ എന്തും സ്വീകരിക്കാൻ കഴിയുന്നൊരു യാത്രയല്ല, ഏതു സാഹചര്യങ്ങളിലും നിൽക്കാനൊക്കുന്നൊരു അനുഭവമല്ല. കിട്ടിയ ദർശനം, ആ ദർശനം നിലനിർത്താൻ പൊട്ടക്കുഴി അടക്കം അനേക സംഭവങ്ങൾ കടന്നു വന്ന ശേഷം വസ്ത്രം വിറ്റ് വാളുകൊള്ളേണ്ട ഒരാത്മീയ അനുഭവം ഒരുപക്ഷെ ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ വന്നേക്കാം. യോസഫിന്റെ ജീവിതത്തിൽ യോസഫിന് നഷ്ടപ്പെട്ട വസ്ത്രം യോസഫിന് തന്നത് ഒരു വാള. ആ വാളയാന്നറിയാമോ? പ്രതികാരിയായ ദൈവഭൃത്യന്റെ വാള. താൻ തൻ്റെ സഹോദര വൃന്ദത്തെ കുറ്റം വിധിച്ചു. തൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ അവരെ ടെസ്റ്റ് ചെയ്ത് യോഗ്യരെന്ന് കണ്ടിട്ടാ താൻ യോസഫാൻ എന്ന് ഹല്ലേലൂയ യോസഫ് സ്വയം വെളിപ്പെടുത്തിയത്. യോസഫ് സ്വയം വെളിപ്പെടുത്തുമ്പോൾ യഹൂദ പറഞ്ഞൊരു കാര്യമുണ്ട്. യഹൂദ പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പന് എൻ്റെ ഈ സഹോദരന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം സഹോദരന്മാരെ കാണാൻ തന്ന യോസഫിൻ്റെ അടുക്കൽ സഹോദരന്മാരും മുഴുവനും തൻ്റെ പിതാവിനോട് ചെന്ന് പറഞ്ഞു, യോസഫിനെ പറിച്ചു കീറിപ്പോയി ദുഷ്ടമൃഗം, ഇതവൻ്റെ വസ്ത്രമാണോ നോക്കുന്നു, ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറിക്കളഞ്ഞു. അതുകൊണ്ടവൻ പൊട്ടക്കുഴിയിലും ഇസ്മായിലർക്കുമൊക്കെ യാത്ര ചെയ്ത് കാരാഗൃഹത്തിൽ കിടക്കേണ്ട സാഹചര്യം വന്നു. ഇന്ന് യോസഫിൻ്റെ മുമ്പിൽ ബെന്യാമീനെ കൊണ്ടുവന്നിട്ട് യഹൂദ പറയുകയാ, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഇവൻ ഉത്തരവാദിയായിരിക്കുകയാണ്. ഒരിക്കൽ തനിക്ക് ഉത്തരവാദി അല്ലാതിരുന്ന, തൻ്റെ ജീവന് അപ്പൻ്റെ മുമ്പിൽ ഉത്തരവാദി അല്ലാതെ 22 വർഷം ഒരു പിതാവിനെ വേദന അനുഭവിപ്പിച്ച മക്കൾ യോസഫിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുക, ഹല്ലേലൂയ, ഞാൻ ഇവന് ഉത്തരവാദിയാ. യോസഫ് പൊട്ടിയിട്ട് പറഞ്ഞു, ഞാൻ യോസഫാ, അവൻ പ്രതികാരിയായ ദൈവഭൃത്യനാ. ഇടുക്കുവാതിൽ കൂടി അകത്ത് കടപ്പീൻ. വിശാല വഴിയിലെ യാത്രയല്ല. ദർശനത്തിലുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് വെളിപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷേ വിശാല വഴിയല്ല, ഇടുക്കുവാതില. ക്രൂശ് ചുമക്കുന്ന വഴിയാ, കർത്തൃത്വം ഏറ്റെടുക്കുന്ന വഴിയാ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ പെട്ടകത്തിൻ്റെ മേൽ ആവസിക്കുന്ന തേജസ്, ആ തേജസ്സിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു. എന്ന് പെട്ടകത്തിൻ്റെ മേൽ മേഘം ആവസിക്കുമോ അന്നവർ പാളയമടിക്കും. എന്ന് പെട്ടകത്തിൽ നിന്ന് മേഘം പൊങ്ങുമോ അന്നു മാത്രമേ അവർ യാത്ര പുറപ്പെടത്തുള്ളൂ. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ 1 മാസം ഒരിടത്ത് പാളയമടിക്കാൻ തീരുമാനിച്ചാൽ മേഘം അതുവരെ പെട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് പൊങ്ങത്തില്ല. അവർ ആ സ്ഥലത്ത് താമസിക്കും. രാത്രിയിൽ മേഘം പൊങ്ങിയാൽ രാത്രിയിൽ യാത്ര പുറപ്പെടും. പകൽ മേഘം പൊങ്ങിയാൽ പകൽ യാത്ര പുറപ്പെടും. രാത്രിയും പകലും മേഘം പെട്ടകത്തിൻ്റെ മുമ്പിൽ നിന്നാൽ അവിടെ അവർ പാളയമടിക്കും. 1 വർഷമോ 1 മാസമോ എത്ര കാലം മേഘം പെട്ടകത്തിൻ്റെ മേൽ നിന്നാലും അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേൽ മക്കളുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകമായി ദൈവിക കർത്തൃത്വം അവരിൽ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം
6-ാം അധ്യായം 57-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വാക്യം. ഇവിടെയൊക്കെ യേശു പറയുന്നത് പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി എന്നിൽ ചെയ്യുകയാണ്. ഞാൻ സ്വയമായി സംസാരിക്കുന്നില്ല, പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വസിച്ച്, അവൻ്റെ ശരീരത്തിൽ വസിച്ച്, അവനിൽ വസിച്ച് യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥമായി ഒരു ദൈവപൈതലായി നിത്യജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങുന്നത്. സുവിശേഷ വേലയാണെങ്കിലും, ആത്മീയ ജീവിതത്തിൻ്റെ ഏത് പശ്ചാത്തലമാണെങ്കിലും, ആത്മീക പ്രസംഗമാണെങ്കിലും, ആത്മീകമായ പ്രവൃത്തിയാണെങ്കിലും, അത് യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ വസിച്ച് ചെയ്യുമ്പോഴാണ് അതിന് ദൈവീകമായ സാന്നിധ്യവും ദൈവീകമായ അംഗീകാരവും ലഭിക്കുന്നത്. സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പിതാവിൽ നിന്ന് വേർപെട്ടുകൊണ്ട് യേശുവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. യേശുവിൽ നിന്നും വേർപെട്ടുകൊണ്ട് ഒരു ക്രിസ്തീയ നേതാവിനും ഒരു ക്രിസ്തീയ ഭക്തനും നിത്യജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, ദൈവഹിതം, ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വേറിട്ടിരിക്കുകയല്ല, ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്ന ആലോചനയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം പറയുന്നത്, യാഗം, ജീവനുള്ള യാഗം, അത് വെളിപ്പെടുന്ന എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപമാകാത്ത ഹൃദയത്തിൽ വെളിപ്പെടുന്ന ദൈവഹിതത്തിനനുസരിച്ച്. ആ ദൈവഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാ. ആ ദൈവഹിതത്തിനനുസരിച്ച് ശരീരത്തെ യാഗമാക്കി തീർക്കുന്നതാണ് ആരാധന. ആത്മീയ ആരാധന അതാണ്. ആത്മീയ ആരാധന കേവലം 2 മണിക്കൂർ 3 മണിക്കൂർ നിലനിൽക്കുന്ന ഏതെങ്കിലും കൂട്ടായ്മകളിൽ നടക്കുന്ന കാര്യമല്ല. പകരം ആത്മീക ആരാധന എന്ന് പറയുന്നത് ലോകത്തിന് അനുരൂപമല്ലാത്ത ഹൃദയത്തിൽ വെളിപ്പെടുന്ന ദൈവഹിതത്തിനനുസരിച്ച് ശരീരത്തെ യാഗമാക്കി തീർക്കുന്നതാണ്. ദൈവമാണത് ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ ദൈവമാണ് ആ പ്രക്രിയ ചെയ്യുന്നത്. ആ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ട് കർത്തൃത്വത്തിന് കീഴടങ്ങിയിരിക്കുക, ദൈവിക അധികാരത്തിന് കീഴടങ്ങിയിരിക്കുക, ദൈവിക പദ്ധതി ജീവിതത്തിൽ പരിപാലിക്കാൻ, പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവകരങ്ങളിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ മാത്രമേ ദൈവത്തെ സേവിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത എല്ലാ പ്രവൃത്തികളും, ഇരുതോണിയിൽ കാലുവെച്ചുള്ള മുഴുവൻ യാത്രകളും, ദൈവത്തെയും ലോകത്തെയും മാമോനെയും ഒക്കെ സേവിച്ചുള്ള മുഴുവൻ യാത്രകളും അവസാനം പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക്, ഒരുപക്ഷെ എണ്ണപ്പെട്ട പാപങ്ങളൊന്നും ജീവിതത്തിൽ കടന്നു വന്നില്ലെങ്കിലും വസ്ത്രമാകട്ടെ, മുന്തിരിത്തോട്ടമാകട്ടെ, ഒലിവ് തോട്ടമാകട്ടെ, ദ്രവ്യമാകട്ടെ, ഇതൊക്കെ പാപത്തിൽ കൊണ്ടെത്തിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഈ രാത്രികാലം ഓർത്തിരിപ്പാൻ ദൈവജനത്തോട് ബുദ്ധി ഉപദേശിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.